ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. 5 ദിവസം നീണ്ടുനിന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സമാപനം. $250 ബില്യൺ അടിസ്ഥാന സൌകര്യ നിക്ഷേപ പ്രതിബദ്ധതയുമായി ഉച്ചകോടി. മരുന്നുകളുടെയും വാക്സിനുകളുടെയും മേഖലയിൽ ഇന്ത്യ ആഗോള നേതൃനിരയിലേക്ക് ഉയർന്നതായി ആരോഗ്യമന്ത്രി JP നഡ്ഡ. ടെറ്റനസ്, ഡിഫ്തീരിയ തുടങ്ങിയ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന വാക്സിൻ മന്ത്രി പുറത്തിറക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ചെയ്യുന്ന ഓരോ വികസന പ്രവൃത്തിയും വികസിത ഇന്ത്യയിലേക്കുള്ള ചുവടുവയ്പിന് നിർണായകമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കേരളത്തിൽ SIR നടപടിക്രമങ്ങൾ പൂർത്തിയായി. അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ബഹുമുഖ വേദികളിലെ സഹകരണം, പരിഷ്കരിച്ച ബഹുമുഖത്വം, ആഗോള ഭരണം, ഗ്ലോബൽ സൌത്തിനെ സംബന്ധിച്ച പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെ പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ഇരു നേതാക്കളും കാഴ്ചപ്പാടുകൾ കൈമാറി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, കൃഷി, ആരോഗ്യം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉഭയകക്ഷി ഇടപെടൽ കൂടുതൽ ശക്തമാക്കുകയാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. ബ്രസീൽ പ്രസിഡന്റിന് രാവിലെ ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. ബ്രസീൽ പ്രസിഡന്റ് ഇന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായും കൂടിക്കാഴ്ച നടത്തും. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ന് രാവിലെ ന്യൂഡൽഹിയിൽ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബ്രസീൽ പ്രസിഡന്റ് നൽകുന്ന പിന്തുണയെ അഭിനന്ദിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. 5 ദിവസത്തെ ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സമാപനമായി. ആഗോള നിർമ്മിത ബുദ്ധി ആഖ്യാനത്തെ രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന നേതൃപരമായ പങ്ക് വ്യക്തമാക്കുന്നതായിരുന്നു ഉച്ചകോടി. വിശദാംശങ്ങളിലേക്ക്. ഈ മാസം 16-ന് ആരംഭിച്ച AI ഇംപാക്ട് ഉച്ചകോടിയിൽ 20-ലധികം രാഷ്ട്രത്തലവന്മാരും 118 രാജ്യങ്ങളിൽ നിന്നുള്ള ഗവൺമെന്റ് പ്രതിനിധികളും പങ്കെടുത്തു. നിർമ്മിത ബുദ്ധി രംഗത്തെ 500-ലധികം വിദഗ്ധർ, CEOമാർ എന്നിവരും പരിപാടിയുടെ ഭാഗമായി. അടിസ്ഥാന സൌകര്യ വികസന മേഖലയിൽ $250 ബില്യൺ നിക്ഷേപത്തിനും $20 ബില്യൺ ഡീപ് ടെക് സംരംഭങ്ങൾക്കുമുള്ള പ്രതിബദ്ധതയും ഉറപ്പിച്ചാണ് ഉച്ചകോടി സമാപിച്ചത്. പുതിയ AI യുഗത്തിൽ ഇന്ത്യയുടെ പങ്കിൽ ലോകം വിശ്വാസം പുലർത്തുന്നതായി സമാപന സമ്മേളന വേളയിലെ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോയിൽ ഇന്നും പ്രവേശനമുണ്ടാകും. മികച്ച പ്രതികരണം കണക്കിലെടുത്ത് എക്സ്പോ ഒരു ദിവസം കൂടി നീട്ടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഉത്തർപ്രദേശിലെ യമുന എക്സ്പ്രസ് വേ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ HCL ഫോക്സ്കോൺ സംയുക്ത സംരംഭ പദ്ധതിയുടെ ശിലാസ്ഥാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ പങ്കെടുക്കും. ആഭ്യന്തര ഉത്പാദന ശേഷി ശക്തിപ്പെടുത്തുന്നതിനും കരുത്തുറ്റ ആഗോള വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കുന്നതിനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് പദ്ധതി. മരുന്നുകളുടെയും വാക്സിനുകളുടെയും മേഖലയിൽ ഇന്ത്യ ആഗോള നേതൃനിരയിലേക്ക് ഉയർന്നതായി ആരോഗ്യമന്ത്രി JP നഡ്ഡ. രാജ്യത്ത് ടെറ്റനസ്, ഡിഫ്തീരിയ തുടങ്ങിയ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായുള്ള വാക്സിൻ ഹിമാചൽ പ്രദേശിൽ പുറത്തിറക്കി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ പൊതുജനാരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്തുകയും പ്രതിരോധ കുത്തിവയ്പ് യജ്ഞങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുകയും ലക്ഷ്യമിട്ടാണ് വാക്സിൻ അവതരിപ്പിച്ചത്. भारत को हम फार्मेसी ऑफ द वर्ल्ड कहते हैं और हम वैक्सीन में लीडिंग मैन्युफैक्चरर हैं और ग्लोबल बेंचमार्किंग में WHO से हम मैच्योरिटी लेवल 3 पर खड़े हैं. तो यदि हम देखा जाए तो एक तरीके से वर्ल्ड लीडर के रूप में भारत ने अपने आप को ड्रग्स में भी, दवाओं में भी और वैक्सीन्स में भी अपने आप को स्थापित किया है. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. പരിപാടിയുടെ 131-ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. 2,69,53,644 വോട്ടർമാരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശിലെ മീററ്റ് സന്ദർശിക്കും. 12,930 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ശതാബ്ദി നഗർ നമോ ഭാരത് സ്റ്റേഷനിൽ മീററ്റ് മെട്രോയുടെയും നമോ ഭാരത് ട്രെയിനിന്റെയും ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിക്കും. മീററ്റ് സൌത്ത് സ്റ്റേഷൻ വരെ അദ്ദേഹം മെട്രോയിൽ യാത്ര ചെയ്യും. ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിൽ മാറ്റമില്ലെന്നും തടസ്സരഹിതമായി വ്യാപാരം തുടരുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സ്വതന്ത്ര വ്യാപാര കരാറിൽ ധാരണയായതോടെ ഇന്ത്യയ്ക്കുള്ള 25% തീരുവ 18% കുറയ്ക്കാൻ അമേരിക്ക തീരുമാനിച്ചിരുന്നു. അടുത്ത മാസം 6-ന് 4 പര്യവേക്ഷകരടങ്ങുന്ന ചാന്ദ്ര ദൌത്യം വിക്ഷേപിക്കുമെന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ പ്രഖ്യാപിച്ചു. വിക്ഷേപണ ദിവസത്തെ സാഹചര്യങ്ങൾ പുനഃസൃഷ്ടിച്ച് നടത്തിയ വൈറ്റ് ഡ്രസ് റിഹേഴ്സൽ വിജയകരമായി പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് തീരുമാനം. നാസയുടെ വിശാലമായ ചാന്ദ്ര പര്യവേക്ഷണ പരിപാടിയിൽ ഈ ദൌത്യം ഒരു സുപ്രധാന ചുവടുവയ്പാകും. ചന്ദ്രനിൽ സുസ്ഥിരമായ മനുഷ്യ സാന്നിധ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാസയുടെ വിക്ഷേപണം. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ചെയ്യുന്ന ഓരോ വികസന പ്രവൃത്തിയും വികസിത ഇന്ത്യയിലേക്കുള്ള ചുവടുവയ്പിന് നിർണായകമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. തിരുവനന്തപുരം നഗരസഭാ വികസന സെമിനാർ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജനപ്രതിനിധികൾക്ക് രാഷ്ട്രീയമില്ല. എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടിയാണ് അവർ പ്രവർത്തിക്കേണ്ടതെന്നും ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു. ഓരോ ജനപ്രതിനിധികളും നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും അത് വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് സാധാരണ വ്യക്തികൾ മുതൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മെമ്പർമാർ മുതൽ എല്ലാവരും ചെയ്ത ആ അധ്വാനത്തിന്റെ സേവനത്തിന്റെ സാക്ഷാത്കാരം അത് 2047 നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഒരു ആധുനിക രാജ്യത്താകാൻ വേണ്ടിയാണ്. കേരളം, തമിഴ്നാട്, പുതുച്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ അടുത്ത 2 ദിവസം ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കേ ഇന്ത്യയിൽ താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും മോശം കാലാവസ്ഥയായിരിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പുമായി ദുരന്ത നിവാരണ അതോറിറ്റി. ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. പുറം ജോലികളിൽ ഏർപ്പെടുന്നവരും കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്നവരും ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പാലിക്കണം. 2020 ലോകകപ്പ് സൂപ്പർ 8 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ന് രാത്രി 7-ന് നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലൻഡ് പാകിസ്ഥാനെ നേരിടും. നാളെയാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. ഇന്ന് ലോക മാതൃഭാഷാ ദിനം. ഭാഷാപരവും സാംസ്കാരികവുമായ വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് ഫെബ്രുവരി 21-ന് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ബഹുഭാഷാ വിദ്യാഭ്യാസത്തിലെ യുവശബ്ദങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. തീരദേശ സുരക്ഷാ അവബോധം, ദേശീയ ഐക്യം, സമൂഹ പങ്കാളിത്തം എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി CISF സംഘടിപ്പിക്കുന്ന വന്ദേമാതരം തീരദേശ സൈക്ലത്തോൺ നാളെ കൊച്ചിയിൽ സമാപിക്കും. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബന്ദി സഞ്ജയ് കുമാർ പരിപാടിയിൽ മുഖ്യാതിഥിയാകും. സ്വർണ്ണവിലയിൽ ഇന്ന് വർധന രേഖപ്പെടുത്തി. പവന് 1,400 രൂപ വർദ്ധിച്ച് 1,16,800 രൂപയും ഗ്രാമിന് 14,600 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡാസിൽവയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. 5 ദിവസം നീണ്ടുനിന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സമാപനം. $250 ബില്യൺ അടിസ്ഥാന സൌകര്യ നിക്ഷേപ പ്രതിബദ്ധതയുമായി ഉച്ചകോടി. മരുന്നുകളുടെയും വാക്സിനുകളുടെയും മേഖലയിൽ ഇന്ത്യ ആഗോള നേതൃനിരയിലേക്ക് ഉയർന്നതായി ആരോഗ്യമന്ത്രി JP നഡ്ഡ. ടെറ്റനസ്, ഡിഫ്തീരിയ തുടങ്ങിയ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന വാക്സിൻ മന്ത്രി പുറത്തിറക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ചെയ്യുന്ന ഓരോ വികസന പ്രവൃത്തിയും വികസിത ഇന്ത്യയിലേക്കുള്ള ചുവടുവയ്പിന് നിർണായകമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കേരളത്തിൽ SIR നടപടിക്രമങ്ങൾ പൂർത്തിയായി. അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.